ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ജൂൺ ആദ്യവാരം മുതൽ ജില്ലാ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കും. നിലവിൽ സ്വകാര്യ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന സെന്റർ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മുമ്പ് മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ പഞ്ചായത്ത് കെട്ടിടം വിട്ടു നൽകാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ചെറുതോണിയിൽ താൽക്കാലികമായി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് കെട്ടിടം വിട്ടു നൽകാത്തത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ഇടപെട്ട് സംസാരിച്ചിട്ടും കെട്ടിടം വിട്ടു നൽകുവാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറായിരുന്നില്ല. അധികൃതരുടെ ഈ നിസ്സഹകരണത്തെ തുടർന്നാണ് കഴിഞ്ഞ 3 മാസമായി വാക്കാൽ മാത്രമുള്ള കരാറിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ സെന്ററിന് പ്രവർത്തിക്കേണ്ടി വന്നത്. എന്നാൽ ഈ മാസം കരാർ അവസാനിക്കുന്നതോടെ കെട്ടിടം ഒഴിയാൻ ഉടമ നിർദ്ദേശിക്കുകയായിരുന്നു. കാലാവധി അവസാനിക്കുവാൻ 10 ദിവസം കൂടി ശേഷിക്കെയാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തെ ജില്ലാ പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ മാറ്റാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഈ പറയുന്ന താൽക്കാലിക സംവിധാനം എന്നുള്ളത് അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ തന്നെ ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ ഗ്യാരേജിന് വേണ്ടിയിട്ട് 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റും മറ്റ് സാങ്ഷനൊക്കെ ആയിട്ടുള്ളതാണ്. അത് ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എസ്റ്റിമേറ്റ് വെച്ചിട്ടുണ്ട്, വർക്ക് അവാർഡൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംഗതികൾ ആ എസ്റ്റിമേറ്റിൽ പെടുത്തിയിട്ടില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഇലക്ട്രിക്കൽ ജോലികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ചെറിയ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കി ജൂൺ ആദ്യവാരം തന്നെ സെന്റർ പ്രവർത്തനം ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. മുൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത 5 സർവീസുകളാണ് നിലവിൽ ചെറുതോണി ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നത്. ഇതിൽ 4 ബസ്സുകൾ അടിമാലി കട്ടപ്പന റൂട്ടിലും 1 ബസ് കഞ്ഞിക്കുഴി ഉൾപ്പെടുന്ന പ്രാദേശിക റൂട്ടിലുമാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ 25 ജീവനക്കാരാണ് ഈ സെന്ററിൽ ജോലി ചെയ്യുന്നത്. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.